ഇന്ന് ഷിഫ്റ്റ് കഴിയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 5 മണിക്കാണ് ഞാൻ സിസ്റ്റം ഓഫ് ചെയ്ത് താഴേക്ക് ഓടുകയാണ്. ഈ ഓട്ടത്തിനൊരു കാരണമുണ്ട്. ഇന്നൊരു 3-3:30 മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രിയങ്ക വിളിച്ചിട്ട് പറഞ്ഞു, വേഗം വാതിൽ ഓർക്ക് വിശാൽ പുറത്തുണ്ടെന്ന്. പ്രിയങ്കയുടെ ഹസ്ബൻഡാണ് വിശാൽ ഭയ്യ. ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ പുള്ളി 2-3 പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുമായിട്ട് വീടിൻ്റെ ഉമ്മർത്ത് നിൽക്കുകയാണ്. ജോലിയുടെ ഇടയിലായതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണെന്ന് നോക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരിച്ച് ജോലിയിൽ കയറിയായിരുന്നു. 5 മണിക്ക് ജോലിയും തീർത്ത് താഴെ വന്ന് ക്യൂരിയസ് ആയിട്ട് സാധനങ്ങളൊക്കെ തുറന്നു നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചെറിയ ഡബ്ബ തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി കുക്കുംബറിൻ്റെ റൈത്തയായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മിക്കവാറും മെയിൻ ഡിഷ് ബിരിയാണി ആയിരിക്കുന്നത്. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല. നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ മട്ടൻ ബിരിയാണിയാണ്. പ്രിയങ്ക നോർത്ത് ഇന്ത്യൻ ആണ്, ആൾ ഡൽഹി ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓഫീസിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാ ദിവസവും കഴിക്കാൻ കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ ഇതാ ആളത് വീട്ടിലേക്ക് തന്നെ കൊടുത്തു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല മുളകിൻ്റെ അച്ചാറാണ്. പ്രിയങ്ക നാട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റും സ്വീറ്റ്സും ഈ അച്ചാറും ഒക്കെയാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നിരുന്നത്. എന്തായാലും ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാനുള്ള അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ കൊടുത്ത് ഞാനിതാ കഴിപ്പ് തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഒരു സ്പൂണ് റൈസ് എടുത്തിട്ട് ഞാൻ വായിലിട്ടു. നല്ല ഫ്ലേവറുള്ള നല്ല മസാലയൊക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിതാ മട്ടൻ്റെ പീസാണെന്നും തെറ്റിദ്ധരിച്ചിട്ട് വായിലേക്ക് എടുത്തിട്ടത് ഉരുളക്കിഴങ്ങായിരുന്നു. പക്ഷേ ഈ ഒരു സ്പൂണിട്ട് കഴിക്കുന്ന പരിപാടി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ച് നമ്മുടെ നാട്ടിൽ കഴിക്കണ പോലെ കൈയിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാനൊരു കഷ്ണം മട്ടൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടത്. ഞാൻ മട്ടൻ അത്രയ്ക്ക് ഇൻറ്റു അല്ലാത്ത ഒരാളാണ്. മട്ടൻ എപ്പോഴും ഒരു കുത്തണ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസൊക്കെ കഴിക്കാറുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ കോഴ്സ് മട്ടൻ മീൽ കഴിച്ചിട്ടുള്ളത് ഇതാണെന്ന് പറഞ്ഞാലും തെറ്റാവില്ല കേട്ടോ. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു കേട്ടോ അത്. എന്തായാലും റൈത്തൊക്കെ കൂട്ടി ടി വി ഒക്കെ കണ്ട് ഈ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മനസ്സും ഇടയ്ക്കൊക്കെ എൻ്റെ കണ്ണും നിറയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എടുത്ത ഈ ഒരു എഫേർട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം വിശാൽ ഭയ്യ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു ബിരിയാണി എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്രിയങ്കയും ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയിട്ട് അവൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അടിപൊളിയായിരുന്നു.